ഹലോ എവരിവൺ, ഇന്നത്തെ അച്ഛൻ ഒരു മിനി വ്ലോഗാണ്. വേറെന്തല്ല, കഴിഞ്ഞ 2 ദിവസം മുന്നേ ഉള്ള വീഡിയോ അത് ഞാൻ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. വേറെന്തല്ല, എനിക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ കഴിഞ്ഞ 3 ദിവസം മുന്നേ ആണ് എനിക്ക് ഐവ സിൽക്സിൽ നിന്ന് കോൾ വന്നത്. എനിക്ക് പെട്ടെന്നായത് കൊണ്ട് എനിക്ക് ചേട്ടപ്പടയെന്ന് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട വന്നത്. പെട്ടെന്ന് തന്നെയാണ് ഞാൻ മോഡൽസിനെ സെറ്റാക്കി എടുത്തതും അതേപോലെ തന്നെ റാം വർക്കൊക്കെ നമ്മൾ അന്ന് തന്നെ പഠിച്ചെടുത്തതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഐവാൽ എത്തിയതിനു ശേഷം എന്നെ ആരിസ്റ്റൻ നേരെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. ഞാൻ അവിടുന്ന് നമ്മളെ ഗ്രൂപ്പൊക്കെ തരംതിരിച്ചു. പിന്നെ ആരൊക്കെ എന്തിലൊക്കെ വേണമെന്നുള്ളത് ഫിക്സ് ചെയ്തു. പിന്നെ അതിന് ശേഷമായിരുന്നു ഞങ്ങൾ റാം വർക്കൊക്കെ പഠിച്ചെടുത്തത്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ഫിക്സ് ചെയ്തു, ഏത് ഡ്രസ്സ് ഇടണം. അതേപോലെ തന്നെ നമുക്ക് ബാംഗിൾസിന്റെ ഭാഗമായിരുന്നു നമുക്ക് ഓർണമെന്റ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഐവ സിൽക്സിന്റെ ഓരോ പക എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. ഹൗസ് ഓഫ് മേക്കപ്പ് .in എന്ന് പറയുന്ന പേജിൽ നിന്നായിരുന്നു ഞങ്ങൾക്ക് ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്ത് തന്നത്. പിന്നെ മേക്കപ്പ് ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സിൽ വളരെ കംഫർട്ട് ആയിരുന്നു. കാരണം എന്താ വെച്ചെങ്കിൽ ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. കളർ ആണെങ്കിലും ഇതിന്റെ ഡിസൈൻ ആണെങ്കിലും അതേപോലെ തന്നെ ഇതിനോട് മാച്ച് ചെയ്ത ഓർണമെന്റ്സ് ആണെങ്കിലും പെർഫെക്റ്റ്ലി മാച്ച് ആയിരുന്നു. പിന്നെ ഒരേ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ഐവ സിൽക്സിന്റെ ഓർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതായത് ബ്രൈഡ് ഹൈലൈറ്റ് ആയിരിക്കണം, അതുകൊണ്ട് മേക്കപ്പ് ഓവർ ആവാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചുള്ള മേക്കപ്പ് ആയിരുന്നു ഞാൻ എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ റാം വർക്ക് ഒക്കെ സെറ്റ് ചെയ്തതെങ്കിലും നമുക്ക് ബ്രൈഡ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ബ്രൈഡ്സിനെ നമുക്ക് അവിടെ എത്തിയതിനു ശേഷമാണ് കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷമാണ് ബ്രൈഡിന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തതും. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് നസീബിത്തായിരുന്നു. നസീബിത്താനെ ഞാൻ അവിടെ പോകുന്ന സമയത്ത് കണ്ടത് ഭയങ്കര ക്ഷീണത്തിലും അതേപോലെ തന്നെ നല്ല ടയർഡായിട്ടായിരുന്നു കണ്ടത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറെ നാളായിട്ട് ആള് നല്ല തിരക്കിലായിരുന്നു. പിന്നെ നല്ല എഫേർട്ട് എടുത്തായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു പാട്ടാവാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എന്തായാലും എന്റെ ടീം നല്ല എഫേർട്ട് എടുത്തായിരുന്നു. അന്നത്തെ ഒരു ദിവസം ആ ഒരു പ്രോഗ്രാം ഭംഗിയായി ആക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തായിരുന്നു. താങ്ക് യു ലോട്ട്. ഞാൻ എന്നെ വിശ്വസിച്ചിട്ട് വന്ന കുറെ മോഡൽസ് ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഐവ സിൽക്സിനോട് ഞാൻ താങ്ക് യു പറയുന്നു, കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ വെച്ചിട്ട്. പിന്നെ ഇതൊന്നും കൂടാതെ തന്നെ ഐവ സിൽക്സിന്റെ പകെ ബെസ്റ്റ് പെർഫോമൻസിന്റെ ഒരു അവാർഡും കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ നല്ല മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോഗ്രാമിന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന ഐവ സിൽക്സിനോടും അതേപോലെ തന്നെ നസീബിത്താനോടും.